10 അതിർത്തി കടന്നേ പറ്റൂ. ഇനിയുള്ള 2 പന്തും ഒരൊറ്റ പന്ത് ബീറ്റ് ചെയ്യണം സൈഫുദ്ദീൻ. ഒരേ ഒരു പന്ത്. ഏറെക്കുറെ നമ്മൾ 90% ഏറെക്കുറെ 90% കളി ഇന്ത്യയുടെ പരിധിയിൽ വന്നിരിക്കുന്നു. ഇനി ഒരു 6 നിർബന്ധമാണ്. ഒരു 6 ഒരു 4 അതിൽ അടുത്ത പന്തിൽ 6 പിറന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. അടുത്ത പന്ത് സൈഫുദ്ദീൻ, അടുത്ത പന്തിൽ ജയമുണ്ട്. അടുത്ത പന്തിൽ 6 പിറന്നില്ലെങ്കിൽ അടുത്ത പന്ത് തന്നെയാണ് നമ്മൾ ആവേശത്തോടെ നോക്കി നിൽക്കുന്നത്. കഗീസോ റബാഡ അവിടെ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ പന്തെറിയാൻ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പന്തും നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ഓവറിൽ അദ്ദേഹം നൽകിയത് 2 റൺസാണ്. ഈ ഓവറിൽ അദ്ദേഹം പന്തെറിയാൻ എത്തുമ്പോൾ നമുക്കറിയാം ഒരു എഡ്ജ് ചെയ്ത് ഒരു ബൗണ്ടറി പോയതല്ലാതെ മറ്റൊരു റൺസ് ഇതിൽ നിന്ന് വഴങ്ങിയിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ഹാർദിക് പാണ്ഡ്യയുടെ ഈ നിർണായകമായ ഒരു പന്താണ്. ഇപ്പോൾ അദ്ദേഹം ബോളിംഗ് എൻഡിൽ നിന്ന് ബോൾ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഒരു നോക്കാം. അതൊരു അമ്പയർ ഒരു വൈഡ് വിധിച്ചിരിക്കുകയാണ്. വീണ്ടും ചങ്കിടിപ്പ് കൂട്ടുകയാണ് സൈഫുദ്ദീൻ. വീണ്ടും ചങ്കിടിപ്പ് കൂട്ടുകയാണ്. അപ്പോഴും 2 പന്തുകൾ അതിർത്തി കടക്കണം. 2 പന്തിൽ 9 റൺസ്. 2 പന്തിൽ ആണ് ഇനി ബാക്കിയുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ കാര്യം 2007 കിരീടം നേടിയ പാകിസ്ഥാനുമായി നടന്ന മത്സരത്തിൽ പോലും ഇത്രയൊരു ആവേശം അല്ലെങ്കിൽ ഇത്രയൊരു ചങ്കിടിപ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല. കാരണം കുറെ കൂടി ഇന്ത്യക്ക് അനുകൂലമായി ആ മത്സരം വരും. അന്ന് ആ മിസ്ബാ ഉൽ ഹക്ക് മാത്രമാണ് നമുക്ക് മുന്നിൽ ഒരു പ്രതിരോധമായി നിന്നിരുന്നത്. ആ വിക്കറ്റ് എടുത്തതോടു കൂടിയാണ് ഇന്ത്യ പ്രഥമ ലോക കിരീടം ചൂടിയത്. അപ്പോൾ കഗീസോ റബാഡ ഒരു മികച്ച ബാറ്റർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത കഗീസോ റബാഡയാണ് ഒരറ്റത്തുള്ളത്. അവിടെ ഹാർദിക് പാണ്ഡ്യ പന്തുമായി നിൽക്കുന്നു. ഹാർദിക് പാണ്ഡ്യ ഈ പന്തിൽ ഇന്ത്യയുടെ കിരീടമുണ്ട്. എറിയാൻ തുടങ്ങുന്ന പന്തിൽ ഇന്ത്യയുടെ വിധിയുണ്ട്. അവിടെ